വടകര തലശ്ശേരി ദേശീയപാതയിൽ സ്വകാര്യ ബസ്സിടിച്ച് 3 വിദ്യാർത്ഥിനികൾക്ക് പരിക്ക്. മടപ്പള്ളി കോളേജ് സെക്കൻഡ് ഇയർ ഡിഗ്രി വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത്. കണ്ണൂർ കോഴിക്കോട് റൂട്ടിലോടുന്ന അയ്യപ്പൻ എന്ന സ്വകാര്യ ബസ്സാണ് വിദ്യാർത്ഥികളെ ഇടിച്ചത്. പരിക്കേറ്റ 3 പേരെയും വടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ബെൻസൺ ബാബു ചേരുകയാണ്. ബെൻസൺ, എപ്പോഴാണ് ഈ ഒരു അപകടമുണ്ടായത്? ഈ പരിക്കേറ്റ വിദ്യാർത്ഥിനികളുടെ ആരോഗ്യനില തൃപ്തികരമാണോ? എന്താണ് വിശദാംശങ്ങൾ? ദേശീയപാതയിൽ മടപ്പള്ളിയിൽ സീബ്ര ലൈൻ ക്രോസ് ചെയ്യുകയായിരുന്ന വിദ്യാർത്ഥികളെയാണ് സ്വകാര്യ ബസ് ഇടിച്ചു തെറിപ്പിച്ചത്. അമിത വേഗതയിലായിരുന്നു സ്വകാര്യ ബസ് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. മടപ്പള്ളി കോളേജിലെ 2ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥികളായ 3 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ശ്രേയ, ദേവിക, അതുപോലെ ഹൃദ്യ, ഈ 3 വിദ്യാർത്ഥികൾക്കാണ് ഈ അപകടത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. ഇവരെ വടകരയിലെ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഗുരുതരമായ പരിക്കുകളൊന്നും ഇവർക്കില്ല എന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ബസ് അപകടം നടന്ന ഉടനെ തന്നെ ബസ്സിലുണ്ടായിരുന്ന ഡ്രൈവറും അതുപോലെ തന്നെ കണ്ടക്ടറും ബസ് നിർത്തി ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഈ ബസ് ചോമ്പാൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ ഡ്രൈവറെയും അതുപോലെ തന്നെ കണ്ടക്ടറെയും ഉടൻ തന്നെ കസ്റ്റഡിയിൽ എടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിഷയത്തിൽ ഉടൻ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യുമെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിദ്യാർത്ഥികളുടെ പരിക്ക് ഗുരുതരമല്ല എന്നുമാണ് അറിയാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല, ഈ പ്രദേശത്തെ ഇത്തരത്തിൽ സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗതയിലുള്ള സഞ്ചാരത്തിനെതിരെ നിരവധി തവണ പരാതികൾ ഉയർന്നു വരികയും അത് വിവിധ രൂപത്തിൽ മാധ്യമങ്ങൾ തന്നെ വാർത്തയാക്കുകയും ചെയ്തിരുന്നെങ്കിലും കൃത്യമായിട്ടുള്ള നടപടികൾ ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നില്ല എന്നും ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ആളുകൾ ആരോപിക്കുന്നുണ്ട്. ശരി, വടകര തലശ്ശേരി ദേശീയപാതയിൽ മടപ്പള്ളിയിൽ സ്വകാര്യ ബസ്സിടിച്ച് 3 വിദ്യാർത്ഥിനികൾക്ക് പരിക്ക്. കണ്ണൂർ തൃശൂർ റൂട്ടിലോടുന്ന അയ്യപ്പൻ എന്ന സ്വകാര്യ ബസ്സാണ് വിദ്യാർത്ഥികളെ ഇടിച്ചത്. അമിത വേഗത്തിലായിരുന്നു ബസ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പരിക്കേറ്റ 3 വിദ്യാർത്ഥിനികളെയും വടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് സാരമുള്ളതല്ല. വിശദാംശങ്ങൾ നൽകിയത് ബെൻസൺ.